നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 12-ാം തീയതി 1201 ആണ്ട് കർക്കിടക മാസം 27-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് അമാവാസിയാണ്. അതായത് കർത്തവാവ് ദിവസമാണ്. ഇന്നത്തെ കർത്തവാവിന് വളരെ പ്രത്യേകതയുണ്ട്. കർത്തവാവ് എന്ന് പറയുമ്പോൾ എല്ലാ മാസവും വരാറുണ്ട്. ഇന്നത്തെ കർത്തവാവിൻ്റെ പ്രത്യേകത, ഇന്നത്തെ കർത്തവാവ് കർക്കടക വാവ് ബലി ദിവസമാണ്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ആത്മലോകത്ത് നിന്ന് നമ്മളുടെ പിതൃക്കൾ മക്കളെ കാണാനായി ഭൂമി ലോകത്തേക്ക് പ്രവേശിക്കുന്ന ഒരേ ഒരു ദിവസമാണ്. ഒരു ദിവസം മാത്രമേ ആത്മാക്കൾക്ക് ആത്മലോകത്ത് നിന്ന് അവരുടെ പരമ്പരകളെ കാണാൻ അല്ലെങ്കിൽ മക്കളെ കാണാൻ അനുവാദമുള്ളൂ. ആ ദിവസം അവർ മക്കളെ കാണാനായിട്ട് എത്തുന്ന ദിവസമാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? അവർക്ക് ബലിയർപ്പണം ചെയ്ത് അവരെ തിലഹോമം ചെയ്ത് സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കണം. പിന്നെ അവർക്ക് ഒരു വർഷമേ കഴിഞ്ഞാലേ അവർക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ പിതൃക്കൾ എന്ന് പറയുമ്പോൾ നമ്മളെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ നമ്മളെ അറിവിൽപ്പെട്ടവരോ എന്നായിരിക്കത്തില്ല. അജ്ഞാത പിതൃക്കൾക്കാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആത്മാക്കളുണ്ടാവും. ആത്മശാന്തി കിട്ടാതെ അല്ലെങ്കിൽ ശരീരം എടുക്കാതെ നിൽക്കുന്നവരെല്ലാം പിതൃലോകത്ത് നിന്ന് പരലോകത്തേക്ക് വരും മനുഷ്യനെ പ്രവേശിക്കാൻ. അപ്പോൾ ഈ ദിവസത്തിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആരും മറക്കാതെ ബലിയർപ്പണം ചെയ്യണം. അത് ചേട്ടൻ ചെയ്യുന്നു, അനിയൻ ചെയ്യുന്നു, ചേച്ചി ചെയ്യുന്നു എന്നൊന്നും നോക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ മുടക്കരുത്. ഇന്നത്തെ ദിവസം അത്ര നല്ല അമാവാസി ദിവസമാണ്. ശുഭകാര്യങ്ങൾക്കൊന്നും അനുകൂലപ്രദമല്ല. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, കർക്കിടക മാസത്തിലെ ആയില്യ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ഇന്ന് ആയില്യ നക്ഷത്രമാണ്. നക്ഷത്രവും അത്ര നന്നല്ല, ബുധനാഴ്ചയാണ്. അപ്പോൾ അമാവാസി ദിവസം വരികയും ചെയ്തതുകൊണ്ട് ഈ ഒരു വർഷക്കാലവും നിങ്ങൾ കുറച്ച് സൂക്ഷിക്കണം. പലതരത്തിലെ അസ്വസ്ഥതകൾ, ജോലിയിലെ പ്രശ്നങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ട്, മനപ്രയാസം, കുടുംബകലഹം, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കിട വരുന്ന കാലഘട്ടമായിരിക്കും. അപ്പോൾ അതിനെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം, പ്രാർത്ഥിച്ച് നിൽക്കണം. അതേപോലെ തന്നെ പ്രാർത്ഥന നിരതരായി ഇരിക്കണം. ഇവിടെ ഇന്നത്തെ ദിവസം അമാവാസി ദിവസമാണ്. ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും വളരെ സൂക്ഷിച്ചായിരിക്കണം പോവേണ്ടത്. രാഹുകാല സമയം, രാഹുകാലം ഉച്ചയ്ക്കാണ് വരുന്നത്. ബലിയിടാനും ബാക്കിയുള്ളതിനുമൊക്കെ പോണത് നേരത്തെയാണ്. ഇപ്പോൾ 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12:30 മുതൽ 2 മണി 2 മിനിറ്റ് വരെയാണ് രാഹുകാല സമയം. ഈ സമയം ശുഭയാത്രകൾ ഒഴിവാക്കുക. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. നമുക്കിന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12 മണി 6 മിനിറ്റ് തൊട്ട് 12:54 വരെ 44 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട്. അത് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ പച്ച വസ്ത്രം ബുധൻ്റെ എനർജി, പോസിറ്റീവ് എനർജി കയറാനും നെഗറ്റീവ് കയറാതിരിക്കാനുമായിട്ട് നമുക്ക്
പച്ച കളറിലുള്ള വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ ഇന്നത്തെ പിതൃതർപ്പണ ദിവസം എല്ലാവർക്കും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.